വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ, കേൾക്കാമല്ലോ എല്ലാവർക്കും? കേൾക്കാം കേൾക്കാം, അംഗീകരിക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ദ്ര മാം ഒരു നല്ല സൂപ്പർ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ എല്ലാവർക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇന്ത്യൻ ഗ്രിഡിനെ പറ്റി എല്ലാവർക്കും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇനി ഞാൻ തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഡയറക്ട്ലി അങ്ങ് കാര്യത്തിലോട്ട് കിടക്കുന്നതായിരിക്കും. ഇത് മാം തന്നെ പറഞ്ഞു, ഇറ്റ്സ് എ എവല്യൂഷൻ ഓഫ് നാഷണൽ ഗ്രിഡ്. ആദ്യം 5 ഗ്രിഡ് ആയിട്ടാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. അത് 5 ഫ്രീക്വൻസിയിൽ അസിൻക്രണൈസ് ആയിട്ട് എല്ലാവരും കണക്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഒക്ടോബർ 1991 ഈസ്റ്റും നോർത്ത് ഈസ്റ്റും സിൻക്രണൈസ് ചെയ്തത്. മാർച്ച് 2003 വെസ്റ്റും ഈസ്റ്റ് നോർത്ത് ഈസ്റ്റും ആയിട്ട് സിൻക്രണൈസ് ചെയ്ത് സെൻട്രൽ ഗ്രിഡ്, നോർത്തേൺ ഗ്രിഡ്, സദേൺ ഗ്രിഡ് അങ്ങനെ 3 ഗ്രിഡായി മാറി. ഓഗസ്റ്റ് 2006 നോർത്ത് സെൻട്രൽ ഗ്രിഡായിട്ട് സിൻക്രണൈസ് ചെയ്ത് സിംഗിൾ ഫ്രീക്വൻസി. ഈ സിൻക്രണൈസേഷൻ എന്ന് പറയുന്നത് എല്ലാം ഫ്രീക്വൻസി ബേസ്ഡ് ആണ്. സിംഗിൾ ഫ്രീക്വൻസിയിൽ SR-ഉം ന്യൂ ഗ്രിഡ് എന്ന് പറഞ്ഞ് 2006 സിൻക്രണൈസ് ചെയ്തു. പിന്നെ 2014 വൺ ഗ്രിഡ് വൺ നേഷൻ വൺ ഫ്രീക്വൻസി എന്ന തരത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തത്. എന്നാലും നമുക്ക് 5 ഗ്രിഡ് ഉണ്ട്, 5 റീജിയണൽ ഏരിയ ഉണ്ട്. നോർത്തേൺ റീജിയൻ, സദേൺ റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, നോർത്ത് ഈസ്റ്റ് റീജിയൻ. ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ആപെക്സ് ബോഡി ഉണ്ട്, നാഷണൽ ലോഡ് ഡിസ്പാച്ച് സെന്റർ. ഈ എല്ലാ റീജിയനിലും ഓരോ ലോഡ് ഡിസ്പാച്ച് സെന്ററുകളുണ്ട്. ആ ഓരോ ലോഡ് ഡിസ്പാച്ച് സെന്റർ, റീജിയണൽ ലോഡ് ഡിസ്പാച്ച് സെന്റർ അതായത് സ്റ്റേറ്റ് ലോഡ് ഡിസ്പാച്ചിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഓൾ ഇന്ത്യ നമ്മുടെ റീജിയൻ വൈസ് ഇൻസ്റ്റാൾ കപ്പാസിറ്റി മാം ഓൾറെഡി പറഞ്ഞു, 370 ഗിഗാവാട്ട്. അതിന്റെ ബ്രേക്കപ്പ് ആണ് നിങ്ങൾക്ക് കാണാവുന്നത്. നോർത്തേൺ റീജിയനിൽ എത്ര തെർമൽ ഉണ്ട്, വെസ്റ്റേൺ റീജിയനിലും സദേൺ റീജിയനിലും, ഈസ്റ്റേൺ റീജിയൻ ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയൻ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും റിന്യൂവബിൾ എനർജി സോഴ്സിനെ അബ്സോർബ് ചെയ്യുവാണ് ഗ്രിഡിലേക്ക്. നമ്മൾ ആ ഒരു മൂവിലേക്കാണ് പോകുന്നത്. തെർമലിനെ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ബേസ് ലോഡിനെ നമ്മൾ ന്യൂക്ലിയർ ജനറേഷൻ കൊണ്ട് മീറ്റ് ചെയ്ത് മാക്സിമം റിന്യൂവബിളിനെ അബ്സോർബ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ പൊല്യൂഷൻ, കോൾ കൊണ്ടുണ്ടാവുന്ന എല്ലാത്തിനെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മൂവിലേക്ക് പോകുന്നത്. അടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഡിമാൻഡ് ഡീറ്റെയിൽസ്. ഞാൻ ഏപ്രിലിന്റെയും മെയ് മാസത്തിനെയും മാത്രമേ തന്നുള്ളൂ. കോവിഡ് കാരണം കുറെ ഡിമാൻഡ് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇൻഡസ്ട്രിയൽ ലോഡ്സ് ഒന്നുമില്ല. ഏപ്രിൽ മെയ് വെച്ച് നോക്കുമ്പോൾ മെയില് കുറച്ച് റിലാക്സേഷൻ വന്ന കാരണം കുറച്ച് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. അത് കാരണം ഗ്രിഡ് ഡിമാൻഡ് ഉണ്ടായിരുന്നു. അറൌണ്ട് 1.3 lakhs മെഗാവാട്ട് ഗ്രിഡ് ഡിമാൻഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ദിവസത്തെ പീക്ക്, നമ്മുടെ ഒരു ഡിമാൻഡ് കർവ് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് 2 തരം പീക്ക് ഉണ്ട്. മോർണിംഗ് പീക്ക് ഉണ്ട്, ഈവനിങ് പീക്ക് ഉണ്ട്. മോർണിംഗ് പീക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8, 9, 10 ആ ഒരു സമയത്തായിരിക്കും. ഈവനിങ് എന്ന് പറയുന്നത് വൈകുന്നേരം 6, 7 മണി സമയത്താണ്. ഈവനിങ് പീക്കാണ് ശരിക്കും ഓൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഈവനിങ് പീക്കാണ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പീക്കായിട്ട്. നമ്മളൊരു ചെറിയൊരു മാം പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ലോഡും ജനറേഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. എന്ന് വെച്ചാൽ ഫ്രീക്വൻസി 50 ഹെർട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പൊ നമുക്കൊരു ഇഞ്ചക്ഷൻ പാർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഡിമാൻഡ് പാർട്ടുണ്ട്, ഡ്രോയൽ എൻറ്റിറ്റിയും ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ പാർട്ട് വെച്ച് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ, അതിന്റെ ഒരു എക്സ്-ബസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഒരു 1000 മെഗാവാട്ട് ഉള്ള ഒരു ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഉള്ള ജനറേറ്ററിന്റെ എക്സ്-ബസ്സിൽ അതിന്റെ ഓക്സിലറി ഒക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പം എക്സ്-ബസ്സിൽ ഒരു 900 മെഗാവാട്ട് അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ 900 മെഗാവാട്ട് പല പല ബെനിഫിഷ്യറി ആയിട്ട് അവർ ടൈഡ് അപ്പ് ആണ്. മാം ഓൾറെഡി പറഞ്ഞു, നമ്മൾ കുറച്ച് മെഗാവാട്ട് മാത്രമേ ഇന്റേണലി ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി മൊത്തം നമ്മൾ ഗ്രിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് ഗ്രിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പല വേറെ സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള ഷെയർ കാണണം. അപ്പം ഇപ്പൊ കേരളത്തിനും ഒരു ഷെയർ കാണും. അപ്പൊ ഞാൻ പറയുന്നത് ബെനിഫിഷ്യറി റിക്വസ്റ്റഡ് ഫ്രം സ്റ്റേഷൻ നമ്മൾ 700 മെഗാവാട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബാക്കി കുറച്ച് 200 മെഗാവാട്ട് ആണ്. അതാണ് മാം പറഞ്ഞ പോലെ അതിന്റെ നമ്മൾ പവർ എക്സ്ചേഞ്ചർ അവർക്ക് വിൽക്കാൻ പറ്റും, RRAS-ഉം സ്കെഡും വഴി. ഇത് ഞാൻ ഇനി ഫർദർ ഞാൻ ഡീറ്റെയിൽ കൊണ്ടുവരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കേരളം മാം പറഞ്ഞ പോലെ ഇന്റേണൽ ജനറേഷൻ ഒരു ജസ്റ്റ് എക്സാമ്പിൾ ഒരു സിനാരി എടുക്കുവാണെങ്കിൽ 1480 ഉണ്ട്. അതിന്റെ ഡിമാൻഡ് 3640 ആണെങ്കിൽ
ബാക്കി അതിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നത് ഡ്രോയിങ് ഫ്രം ദ ഗ്രിഡ് ആണ്. അത് പല ടൈപ്പ് ഉണ്ട്. ഷെയറിംഗ് ഫ്രം ദ സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ഷെയർ ഫ്രം പ്രൈവറ്റ് ജനറേറ്റിംഗ് പാർട്ടീസ്. മാം പറഞ്ഞു പല LTA ആക്സസുകളുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ആക്സസ് ഉണ്ട്. പിന്നെ പർച്ചേസ് ഫ്രം ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. ലാസ്റ്റ് നിമിഷം എന്തെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാൻ, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ പവർ എക്സ്ചേഞ്ച് വഴി നമ്മളത് വീണ്ടെടുക്കും. ഈ എല്ലാത്തിനും ആക്സസ് ടു ദ ഗ്രിഡ് വേണം. നമ്മളിപ്പം സ്റ്റേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇന്റേണൽ ജനറേഷൻ വെച്ച് ആ ഡിമാൻഡ് മീറ്റ് എന്ന് പറയുമ്പം ലോഡ് ഷെഡിങ്ങും അങ്ങനെ പല കാര്യം. നമുക്ക് 1400 സംതിങ് മെഗാവാട്ട് ഓൾമോസ്റ്റ് ഇന്റേണൽ ജനറേറ്റഡ്. നമ്മൾ മാം പറഞ്ഞ കായംകുളവും ബാക്കി തെർമൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഒന്നും കൂട്ടിയിട്ടില്ല. ഹൈഡ്രോസ് മാത്രം കൂട്ടുമ്പോഴത്തേക്കും 1400 സംതിങ് മെഗാവാട്ടേ വരുന്നുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഡിമാൻഡിനെ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ലോഡ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 24/7 പവർ സപ്ലൈ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അത് കാരണം നമ്മൾ പല രീതിയിലുള്ള ആക്സസ് എടുക്കണം. ലോങ് ടേം ആക്സസ്, മീഡിയം ടേം ആക്സസ്, ഷോർട്ട് ടേം ആക്സസ്. അപ്പം ലോങ് ടേം ആക്സസ് എന്ന് പറയുന്നത് 12 to 25 ഇയേഴ്സ് വരെ ആക്സസ് നമ്മൾ ഗ്രിഡിലേക്കുള്ള ആക്സസ് നമ്മൾ കൊടുക്കുകയാണ്, അനുവദിക്കുകയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലൈസൻസ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. മീഡിയം ടേം ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത് എക്സീഡിങ് 3 months ബട്ട് നോട്ട് എക്സീഡിങ് 3 years. ഷോർട്ട് ടേം ഓപ്പൺ ആക്സസ് ചിലപ്പം 1 month അല്ലെങ്കിൽ അറ്റ് വൺ ടൈം, വെരി വെരി ഷോർട്ട്, സ്മോൾ ഡ്യൂറേഷൻ ആയിരിക്കും അത്. ഇനി മാം പറഞ്ഞ പോലെ നമ്മൾ സെറ്റിൽമെന്റ് അക്കൗണ്ടിങ്ങിലേക്ക് നമുക്കൊന്ന് കിടക്കാം. രണ്ട് ടൈപ്പ് ഉണ്ട്. വീക്ക്ലി അക്കൗണ്ട്സ് ഉണ്ട്, മന്ത്ലി അക്കൗണ്ട്സ് ഉണ്ട്. അപ്പം വീക്ക്ലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഡീവിയേഷൻ സെറ്റിൽമെന്റ്. അപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ നമ്മൾ ഡീവിയേഷൻ സെറ്റിൽമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കും. അതനുസരിച്ച് എല്ലാ എന്റിറ്റീസ് എന്ന് വെച്ചാൽ ജനറേറ്റർ ആയാലും ഡ്രോയിങ് എന്റിറ്റീസ് ആയാലും എല്ലാവരും പേയ്മെന്റ് നടത്തും. അതെന്താ കാരണം നമ്മൾ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാം പറഞ്ഞ പോലെ ഒരു ഡിസിപ്ലിനറി മൂവ് വേണമല്ലോ. അല്ലെങ്കിൽ പലരും പല രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. ചിലപ്പം ചിലവർ ഓവർ ഡ്രോയിങ് ചെയ്യും, ചിലവർ അണ്ടർ ഡ്രോയിങ് ചെയ്യും, ഓവർ ഇഞ്ചെക്ട് ചെയ്യും, അണ്ടർ ഇഞ്ചെക്ട് ചെയ്യും. ഫ്രീക്വൻസി പ്രൈസ് വെക്ടർ അനുസരിച്ച് അവർ ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. മാക്സിമം ഷെഡ്യൂൾ ഈക്വൽ ടു ആക്ഷൻ. ഈ ഷെഡ്യൂൾസ് എന്താന്ന് പറഞ്ഞാൽ എല്ലാ ജനറേറ്റേഴ്സ് ഇപ്പം നമ്മുടെ കേരളം എടുക്കുവാണെങ്കിൽ കേരളത്തിൽ ഔട്ടർ പെരിഫറിയിൽ എത്രയായിരിക്കും അതിന്റെ ഷെഡ്യൂൾ, അതുപോലെ തന്നെ ആക്ഷൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും അതിന്റെ ആക്ച്വൽ മീറ്ററിംഗ് റെക്കോർഡിംഗ്. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഡിഫറൻസ് ആണ് ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീവിയേഷൻ മൾട്ടിപ്ലൈ ബൈ റേറ്റ് ആയിരിക്കും നോർമൽ ചാർജസ്. ഇപ്പൊ നോർമൽ ചാർജസ് ഡീവിയേഷൻ ഇൻറ്റു റേറ്റ് ആയിരിക്കും. റേറ്റ് മാം ഓൾറെഡി പറഞ്ഞു പല രീതിയിലായിരുന്നു റേറ്റ് വന്നത്. അതിന് കുറെ അമെൻമെന്റ്സ് വന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പവർ എക്സ്ചേഞ്ചിന്റെ ആവറേജ് ഏരിയ ക്ലിയറിംഗ് പ്രൈസ്, ഒരു ദിവസത്തെ ആവറേജ് ഏരിയ ക്ലിയറിംഗ് പ്രൈസ് ആയിരിക്കും 50 ഹെർട്സിലെ റേറ്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല പല ഫ്രീക്വൻസിയിൽ നമ്മൾ റീകമ്പ്യൂട്ട് ചെയ്യും. നമ്മുടെ ബേസ് ആവറേജ് ഏരിയ ക്ലിയറിംഗ് പ്രൈസ് ആയിരിക്കും. ഓരോ ഫ്രീക്വൻസിയിൽ നമ്മൾ അതിന്റെ ടേബിൾ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത്. ഇതുകൂടാതെ ഇപ്പൊ നമ്മൾ ഒരു ബ്ലോക്ക് മാം ഓൾറെഡി പറഞ്ഞു 15 മിനിറ്റ് ആണ്. അപ്പൊ ഒരു ദിവസം 96 ബ്ലോക്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഓരോ ബ്ലോക്കിലെ ഓരോ ഷെഡ്യൂളും ഓരോ ആക്ച്വൽ മീറ്ററും ഡിഫറൻസ് നമ്മൾ എടുത്തിട്ട് അതിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നോർമൽ ചാർജസ്. ഇതിന് അഡീഷണൽ ചാർജസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി സമയത്ത് ഓരോ എന്റിറ്റി എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് വെച്ചാൽ ഗ്രിഡിനെ സഹായിച്ചോ അതോ ഗ്രിഡിനെ കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ടുപോയി. അതാണ് മെയിൻ നമ്മൾ ഈ അഡീഷണൽ ചാർജസ് അറ്റ് ഫ്രീക്വൻസി ലെവൽ നോക്കുന്നത്. ഇപ്പൊ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഓവർ ഡ്രോയിലോ അണ്ടർ ഇഞ്ചക്ഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കൂടുതൽ കുഴപ്പമാക്കുന്നത്. അപ്പൊ അവർക്കാണ് റേറ്റ് വരും. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അണ്ടർ ഡ്രോയിൽ ഓവർ ഇഞ്ചക്ഷൻ. അപ്പൊ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. നമുക്ക് 50 ഹെർട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ബാലൻസ് ആവും, ഗ്രിഡ് കൊളാപ്സ് ആവും. ഈ എന്റിറ്റീസിനെല്ലാം നമ്മൾ അഡീഷണൽ ചാർജസ് നമ്മൾ പേ ചെയ്യും. അപ്പം നെക്സ്റ്റ് ടൈം അവർ ലുക്ക് ചെയ്യും എങ്ങനെയാണ് നമ്മൾ ഗ്രിഡ് വലിക്കേണ്ടത്, എത്രയാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ടതെന്ന് അവർ മോഡുലേറ്റ് ചെയ്യും. ഇനി ഡീവിയേഷൻ ഫ്രം ഷെഡ്യൂൾ ഇൻ എ ടൈം ബ്ലോക്ക്, അതിന് നോൺ റിന്യൂബിൾ എൻറ്റിറ്റി ഉണ്ട്, റിന്യൂബിൾ എൻറ്റിറ്റി ഉണ്ട്.
സദേൺ റീജിയനെയും വെച്ച് നോക്കുക, ഈ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ കൺസെപ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റ് എടുക്കുമ്പോൾ അവർക്കൊക്കെ കൂടുതൽ റിന്യൂവബിൾ ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ റിന്യൂവബിളിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറെ പല രീതിയിൽ അവര് ഗ്രിഡിൽ പെർഫോം ചെയ്യും. ചിലപ്പോൾ അണ്ടർ ട്രയൽ, ഭയങ്കരമായിട്ട് ഓവർ ട്രയൽ. അപ്പം നമ്മളിപ്പോ കൊണ്ടുവരുന്ന ഗ്രീനിങ് ദ ഗ്രിഡ് എന്നൊരു കൺസെപ്റ്റിൽ കൊണ്ടുവരുന്ന കാരണം ഇവർ എല്ലാ സ്റ്റേറ്റുകാരും, റിന്യൂവബിൾ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ് എല്ലാവരും കൂടെ CRC പെറ്റീഷൻ ഫയൽ ചെയ്ത് ഇവർ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഇത്രയും അബ്സോർബ് ചെയ്യുന്ന കാരണം ഞങ്ങൾ ഗ്രിഡിൽ ചെയ്യാൻ. അങ്ങനെ അവർക്കൊരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ റിന്യൂവബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ സ്റ്റേറ്റ്സ് ഹാവിംഗ് കമ്പൈൻഡ് ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഓഫ് വിൻഡ് ആൻഡ് സോളാർ പ്രോജക്ട്സ് ബേസ്ഡ് ഓൺ ദെയർ ഇൻസ്റ്റാൾ കപ്പാസിറ്റി 1000 to 3000 മെഗാവാട്ടിന് ഒരു 200 മെഗാവാട്ട് ലിമിറ്റ് കൊടുക്കും. ഡീവിയേഷൻ 200 മെഗാവാട്ട് എബവ് ആണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ റേറ്റ് വരുന്നുള്ളൂ, അഡീഷണൽ ചാർജസ്. മോർ ദാൻ 3000 മെഗാവാട്ട് ആണെങ്കിൽ 250 മെഗാവാട്ട് ലിമിറ്റ് കൊടുക്കും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ നോൺ റിന്യൂവബിൾ കാറ്റഗറിയിൽ വരും. അത് നമ്മൾ 12% ഓഫ് ദ ഷെഡ്യൂൾ ഇൻ മെഗാവാട്ട് ഓർ 150 മെഗാവാട്ട് വിച്ച് എവർ ഇസ് ലോവർ ഇൻ ഈച്ച് ടൈം ബ്ലോക്ക്. നമ്മൾ ഈ ഒരു ചെക്ക് എടുത്തിട്ടായിരിക്കും അഡീഷണൽ ചാർജസ് വരുത്തുന്നത്. ഇതുകൂടാതെ 4th അമെൻമെന്റ് ഡീവിയേഷൻ സെറ്റിൽമെന്റ് 4th അമെൻമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ സസ്റ്റെയിൻ ഡീവിയേഷൻ ഇൻ വൺ ഡയറക്ഷൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എൻറ്റിറ്റി അണ്ടർ ഡ്രോയിലോ ഓവർ ഡ്രോയിലോ ചെയ്യുവാണെങ്കിൽ അതിന് പ്രീവിയസ് 3rd അമെൻമെന്റിലൊക്കെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 4th അമെൻമെന്റ് തൊട്ട് അവര് പേയ്മെന്റ് വൈസ് പെനാൽറ്റി മേടിക്കാൻ തുടങ്ങി. ആദ്യം അത് 6 ടൈം ബ്ലോക്ക് ആയിരുന്നു. പിന്നെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം 5th അമെൻമെന്റിൽ അത് കണ്ടിന്യൂസ് ആഫ്റ്റർ 12 ടൈം ബ്ലോക്സ് ആണെങ്കിൽ അതിനൊരു പെനാൽറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ജനറേറ്റിംഗ് സ്റ്റേഷൻസിൽ നമ്മൾ ജനറേറ്റർ സൈറ്റ്സ് നോക്കുമ്പോൾ അവർക്ക് ഒരു ക്യാപ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ACP റേറ്റ്, ആവറേജ് ക്ലിയറിംഗ് പ്രൈസ്, നമ്മൾ ഓരോ ഫ്രീക്വൻസിയിൽ ഓരോ റേറ്റ് എടുക്കുമ്പോൾ ആ റേറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 303.04 പൈസ പെർ കിലോവാട്ട് അവർ. ആ ഒരു ലിമിറ്റ് എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷനും കൊടുത്തിട്ടുണ്ട്. ഈ അഡീഷണൽ ചാർജസ് ഞാൻ പറയുന്ന ഹൈ ഫ്രീക്വൻസി എപ്പോഴാണ് വരുന്നത് 50.1 ഹെർട്സ് ആൻഡ് എബവ് ആണെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 303.04 പൈസ പെർ കിലോവാട്ട് അവർ ഓർ ആവറേജ് ക്ലിയറിംഗ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്. ലോ ഫ്രീക്വൻസി ആണെങ്കിൽ അതിന്റെ ലോ ഫ്രീക്വൻസി ചെക്ക് എന്ന് പറയുന്നത് 49.85 ആൻഡ് ബിലോ. അതിന് എപ്പോഴും നമ്മൾ ഒരൊറ്റ റേറ്റ് ₹8 വിച്ച് ഇസ് ദ മാക്സിമം സീലിംഗ് ലിമിറ്റ് ആണ്. ഇതെല്ലാം DSM 4th അമെൻമെന്റ് വെച്ചിട്ടാണ്. ഈ 4th and 5th അമെൻമെന്റിലാണ് ഹൈ ഫ്രീക്വൻസി 50.1 ആയിരുന്നു, അതിന് മുമ്പ് 50.05 ആയിരുന്നു. ഇപ്പൊ നമ്മൾ DSM പ്രൈസ് വെക്ടർ ഞാൻ പറഞ്ഞു 50 ഹെർട്സില് പി എന്ന് പറഞ്ഞ ആവറേജ് ക്ലിയറിംഗ് പ്രൈസ് ആയി. അതിൽ ഓരോ ഫ്രീക്വൻസി വരുമ്പോൾ 50.1ന് 4 × P/5 അങ്ങനെ ഓരോ ഫ്രീക്വൻസിയിലും നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ റേറ്റ് ആയിരിക്കും ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ റേറ്റ് ആയിട്ട് ഡീവിയേഷനിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചാർജസ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഓൾമോസ്റ്റ് DSM സെറ്റിൽമെന്റിനെ പറ്റി ഒരു ചെറിയൊരു വ്യൂ കിട്ടിയെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് വീക്ക്ലി അക്കൗണ്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് എനർജി അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ മെഗാവാട്ടിനെ കുറിച്ചാണ്, മെഗാവാട്ട് അവർ അതിനെ കുറിച്ചായിരുന്നു. ഇപ്പൊ അതിനെ കൺട്രോൾ ചെയ്യില്ലായിരുന്നു. അതുപോലെ തന്നെ വോൾട്ടേജ് മെയിൻറ്റെയിനിങ് നമുക്ക് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിഡിന്റെ വോൾട്ടേജ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അപ്പൊ അതിന് നമ്മൾ നോക്കുന്ന മോണിറ്ററിംഗ് മെഷർമെന്റ് എന്ന് പറയുന്നത് MVAR. ആ റിയാക്റ്റീവ് അക്കൗണ്ടിങ്ങിലും നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം വോൾട്ടേജ് ബിലോ ഇപ്പം നോക്കുവാണെങ്കിൽ റീജിയണൽ എൻറ്റിറ്റി ജനറേറ്റിംഗ് സ്റ്റേഷന് മാത്രം നമ്മൾ ഈ REA അക്കൗണ്ടിങ് ചെയ്തില്ല. കാരണം അവർക്ക് ഓൾറെഡി AGC എന്ന മെക്കാനിസിലൂടെ അവർക്ക് വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. RGMO കംപ്ലൈൻസ്, FGMO ഗവർണർ മോഡ് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് ഫ്രീക്വൻസിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അല്ലാത്ത എൻറ്റിറ്റീസ് റീജിയണൽ എൻറ്റിറ്റി എക്സെപ്റ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻ മാത്രമേ ഈ റിയാക്റ്റീവ് എനർജി അക്കൗണ്ടിങ് ബാധകമുള്ളൂ. റീജിയണൽ എൻറ്റിറ്റി എക്സെപ്റ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻ അവര് പേസ് ഫോർ വാർ ഡ്രോയൽ വെൻ ദ വോൾട്ടേജ് ഇസ് മീറ്ററിംഗ് ബിലോ 97%. എന്ന് വെച്ചാൽ ലോ വോൾട്ടേജ് സമയത്ത് അവര് വാർ ഡ്രോ ചെയ്യുവാണെങ്കിൽ അവരെ കൊണ്ട് പേയ്മെന്റ് വരും. ആൻഡ് വാർ റിട്ടേൺ എന്ന് വെച്ചാൽ ഇൻജെക്ട് ചെയ്യുവാണെങ്കിൽ ദേ വിൽ ബി ഗെറ്റ് പെയ്ഡ് ലോ വോൾട്ടേജ്. അതേപോലെ തന്നെ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇസ് അബവ് 103%. ആ സമയത്ത് they will when they are absorbing the war they will get paid. ഇൻജെക്ടിങ് ആണെങ്കിൽ അവരെ കൊണ്ട് പേയ്മെന്റ് എടുത്ത് അങ്ങനെ റിയാക്റ്റീവ് എനർജി അക്കൗണ്ടിങ്
എല്ലാ എൻറ്റിറ്റീസിനും ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആൾക്കാർക്ക് ഉണ്ട്. ജനറേറ്റിംഗ് സ്റ്റേഷൻ നമ്മൾ ഈടാക്കുന്നില്ല. അത് അവർക്ക് ഓൾറെഡി RGMO AGC കൺട്രോൾ കാരണം നമ്മൾ വോൾട്ടേജ് അവരുടെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. പിന്നെ എല്ലാ ലോഡ് ബസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിയാക്റ്റീവ് എനർജി അക്കൗണ്ടിങ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്റർ സ്റ്റേറ്റ് റിയാക്റ്റീവ് എനർജി അക്കൗണ്ടിങ് ഉണ്ട്. സെയിം ഫിലോസഫി തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും കേരളം തമിഴ്നാട് കൊടുക്കും, കേരളം കർണാടകയ്ക്കും കൊടുക്കും. അതുപോലെ എങ്ങനെയാണോ മീറ്ററിംഗ് വരുന്നത് അതനുസരിച്ച് പേയ്മെന്റ് നമ്മൾ കൊടുക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ആൻസിലറി സർവീസ്. മാം പറഞ്ഞ പോലെ റിസർവ് റെഗുലേഷൻ ആൻസിലറി സർവീസ്. അപ്പൊ ഇതിന് മുന്നേ നമുക്കൊരു കാര്യം പഠിക്കുന്നത് ട്രാൻസ്ഫർ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം, TTC ATC, അവൈലബിൾ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി, ടോട്ടൽ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി. അപ്പം എല്ലാ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പറഞ്ഞപ്പോൾ കേരളം നമുക്ക് കൺസിഡർ ചെയ്യാം. ഔട്ട് ഗോയിങ് ലൈൻസ് കാണും, ഔട്ട് ഗോയിങ് ഓരോ കണ്ടക്ടേഴ്സ് കാണും, അതിന്റെ സം ആയിരിക്കും മാക്സിമം ആയിരിക്കും ടോട്ടൽ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി നമ്മൾ അറൈവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റേറ്റിനും എല്ലാ റീജിയനിലും ATC TTC ഡിഫൈൻഡ് ആയിരിക്കും. അപ്പൊ ഇത് മൊത്തം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നാഷണൽ ലോഡ് ഡിസ്പാച്ച് സെന്റർ. അവർ ചെയ്യുന്നത് ഇവർ മോണിറ്റർ ചെയ്യും വെദർ ദേ ആർ ക്രോസിങ്, അവർ ക്രോസ് ചെയ്യുന്നുണ്ടോ ATC ലെവൽ അല്ലെങ്കിൽ TTC ലെവൽ. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ കൺജഷൻ വാർണിംഗ് കൊടുക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പറയും നിങ്ങൾ മാക്സിമം അണ്ടർ ഡ്രോ, നിങ്ങൾ ഓവർ ഡ്രോ ചെയ്യുന്നു ഗ്രിഡിന്, യു ഹാവ് ടു കൺട്രോൾ. ആ ഒരു വാർണിംഗ് നമ്മൾ കൊടുക്കും. പണ്ട് കൺജഷൻ പേയ്മെന്റ് വൈസും ഉണ്ടായിരുന്നു. അതിൽ ATC ഭയങ്കരമായിട്ട് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് റീജിയനാണോ വയലേറ്റ് ചെയ്തത് അവരെ കൊണ്ട് കൺജഷൻ പേയ്മെന്റ് ഉണ്ടായിരുന്നു. അതിന് കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻസിലറി സർവീസ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഫ്രീക്വൻസി ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ ആയിട്ടാണ് ആൻസിലറി സർവീസ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. ഇത് മെയിൻലി ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്, എല്ലാ റീജിയനിലുള്ള സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻസിന്റെ റിമൈനിങ് മെഗാവാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 900 മെഗാവാട്ട് എക്സ്ബസ് ആണ്, 700 ബെനിഫിഷ്യറി ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ബാക്കി അവർക്ക് 200ഓളം മെഗാവാട്ട് അവരുടെ കയ്യിലുണ്ട്. അവരുടെ ആ 200 മെഗാവാട്ട് URS അവൈലബിലിറ്റി ഉള്ള, URS എന്ന് പറയുന്നത് അൺറിക്വസ്റ്റഡ് സർപ്ലസ് എന്ന് വെച്ചാൽ അവര് മൊത്തത്തിൽ അത് 900 മെഗാവാട്ട് പോയിട്ടില്ല, കുറച്ച് മെഗാവാട്ട് അവിടെ ഫ്രീ ആയിട്ടിരിക്കണം. ആ മെഗാവാട്ടിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഫോർ ദ ഗ്രിഡ് സ്റ്റെബിലിറ്റി ആൻഡ് ഫ്രീക്വൻസി ഇംപ്രൂവ്മെന്റ് ആൻഡ് റിലീവിംഗ് ദി കൺജഷൻ. ഈ റെഗുലേഷൻ അപ്പ് ആൻഡ് റെഗുലേഷൻ ഡൗൺ നമ്മൾ ഓരോ ജനറേറ്റേഴ്സിനും NLDC അവര് ഇത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അത് എങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റെഗുലേഷൻ അപ്പ് കൊടുക്കുന്നത് എപ്പോഴും ലോ വേരിയബിൾ കോസ്റ്റ് ജനറേറ്റേഴ്സ് മാത്രമേ കിട്ടാറുള്ളൂ. റെഗുലേഷൻ ഡൗൺ കൊടുക്കുന്നത് ഹൈ വേരിയബിൾ കോസ്റ്റ്. എന്നുവെച്ചാൽ ഇത് എക്കണോമിക്കലി നമ്മൾ ഫീസിബിൾ ആയിരിക്കണം. മൊത്തം ജനറേറ്റേഴ്സ്, സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഓഫ് ഹോൾ ഇന്ത്യ എടുത്തിട്ട് നമ്മൾ ബേസ്ഡ് ഓൺ ദ മെറിറ്റ് ഓർഡർ ഒരു ഡിസ്പാച്ച്, എല്ലാ ലോഡ് ഡിസ്പാച്ച് സെന്ററിലും ഇങ്ങനെ ഒരു മെറിറ്റ് ഓർഡർ ഡിസ്പാച്ച് ഓൾറെഡി പ്രിപ്പയർഡ് കാണും. അത് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാം പറഞ്ഞ കപ്പാസിറ്റി ചാർജ്, അത് ഹയർ വാല്യൂ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത്, ലോവർ വാല്യൂ ഏറ്റവും ഫസ്റ്റ് ടോപ്പ് മുകളിൽ വരും. അങ്ങനെ അതിനെ ഹൈറാക്കിയലായി കൊണ്ടുവന്നിട്ട് അതിൽ ഇപ്പം റീജിയൻ, ഏത് റീജിയനിലാണ് ഇപ്പം ഫ്രീക്വൻസി അല്ലെങ്കിൽ കൺജഷൻ മോഡിൽ വരുന്നത്, ഞാൻ പറഞ്ഞ TTC ATC ക്രോസ് ചെയ്യുന്നത്, NLDC സജസ്റ്റ് ചെയ്യും ആ റീജിയനിലുള്ള ജനറേറ്റേഴ്സിനോട് ഡൗൺ ചെയ്യോ അല്ലെങ്കിൽ അപ്പ് ചെയ്യോ ബേസ്ഡ് ഓൺ ദ വേരിയബിൾ കോസ്റ്റ്. അങ്ങനെ അതിനെ നമ്മൾ ആ ഗ്രിഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. ഫ്രീക്വൻസി ആസ് വെൽ ആസ് ദി റിലീവിംഗ് ദ കൺജഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത്, ഞാൻ വീക്ക്ലി അക്കൗണ്ട്സ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. അത് 3 എണ്ണമാണ് മെയിൻലി: ഡീവിയേഷൻ, റിയാക്റ്റീവ് എനർജി അക്കൗണ്ടിങ് ആൻഡ് ആൻസിലറി സർവീസ്. ഈ ആൻസിലറി സർവീസിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 900 മെഗാവാട്ട് സെൻട്രൽ ഒരു ബസ് ജനറേറ്ററിന്റെ എക്സ്ബസ് കപ്പാബിലിറ്റി, 700 അവരുടെ ബെനിഫിഷ്യറി ബുക്ക് ചെയ്തു. ഈ 200 മെഗാവാട്ട് അവര് വേറൊരു ഇതിനു വേണ്ടി, ഫ്രീക്വൻസിക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റെഗുലേഷൻ അപ്പ് കിട്ടുവാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റും ഈ ബെനിഫിഷ്യറീസിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീഇംബേഴ്സ്മെന്റ് ഓഫ് ഫിക്സഡ് ചാർജ് ടു ദ ഓൾ ദ ബെനിഫിഷ്യറീസ് ഹു ഹാസ് സറണ്ടർ ദി പവർ എന്ന് പറയാം. ഇവര് കാരണം ബെനിഫിഷ്യറി 900 മൊത്തം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അവിടെ ഒരു മാർജിൻ കിട്ടിയത്. ഈ മാർജിൻ നമ്മൾ ഗ്രിഡിന്റെ ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്തു. വി ഷുഡ് ഗീവ് ദ ബെനിഫിറ്റ് ബാക്ക് ടു ദ ബെനിഫിഷ്യറി ഓൾസോ. ഒരു 50-50% അവർക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
മന്ത്ലി പേയ്മെന്റ് വൈസ് മന്ത്ലി അക്കൗണ്ടിങ് എന്തൊക്കെയാണ്? റീജിയണൽ എനർജി അക്കൗണ്ടിങ് ഉണ്ട് ഫസ്റ്റ്. അതെന്ന് പറയുന്നത് ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത് സർട്ടിഫൈങ് ദ ഷെഡ്യൂൾ എനർജി. കേരളം ഇത്ര മെഗാവാട്ട് 200 മെഗാവാട്ട് ഫ്രം വൺ സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഫോർ ദിസ് മന്ത് എന്നും പറഞ്ഞ് നമ്മൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ബേസ്ഡ് ഓൺ ദിസ് RE ആയിരിക്കും ബില്ലിംഗ് നടക്കുന്നത് സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനും ഈ ബെനിഫിഷ്യറീസായിട്ട്. ഫോർ എക്സാമ്പിൾ രാമോണ്ടം ജനറേറ്റിംഗ് സ്റ്റേഷൻ കേരളമായിട്ടുള്ള ബില്ലിംഗ് ഒക്കെ നടക്കുന്നത് RE എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ഇഷ്യൂ ചെയ്യുന്നതിന്റെ ബേസിലാണ്. അതിനകത്ത് മൊത്തം നമ്മൾ ഷെഡ്യൂൾ എനർജിയെ സർട്ടിഫൈ ചെയ്യുവാണ്. ഈ ബേസ്ഡ് ഓൺ RE ഫിക്സഡ് ചാർജ് പേയ്മെന്റും ഉണ്ട്. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന മാം പറഞ്ഞ പോലെ കപ്പാസിറ്റി ചാർജസ്, വേരിയബിൾ ചാർജ് എന്ന് പറയുന്നത് എനർജി ചാർജസ്. അപ്പം ഫിക്സഡ് ചാർജ് പേയ്മെന്റ് എന്ന് പറയുന്നത് ആസ് പെർ ദി അലൊക്കേഷൻ പെർസെൻറ്റേജ് ഫോർ ഈച്ച് ISTS. നമ്മുടെ ഓരോ സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനും MOP ഓരോ സ്റ്റേറ്റിനും അലൊക്കേഷൻ കൊടുക്കും. അതിന്റെ ബേസിൽ അവർക്ക് ഫിക്സഡ് ചാർജ് പേയ്മെന്റ് ജനറേറ്റിംഗ് സ്റ്റേഷന് കിട്ടണം. അതുപോലെ തന്നെ വേരിയബിൾ ചാർജ് എന്ന് പറയുന്നത് എനർജി എത്രയാണ് അവരുടെ നിന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതിന്റെ പേയ്മെന്റും വേരിയബിൾ ചാർജ് പേയ്മെന്റ് ബെനിഫിഷ്യറിയും ജനറേറ്റിംഗ് സ്റ്റേഷന് കൊടുക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ REL കാണിക്കുന്ന ബയലാറ്ററൽ ബില്ലിംഗ്. ഈ മാം പറഞ്ഞ പോലെ ഈ റിമൈനിങ് എനർജി മെഗാവാട്ട് ഉണ്ടല്ലോ, LT അല്ലാതെ MTA STA എല്ലാം സർട്ടിഫൈ ചെയ്യാൻ നമ്മൾ ബില്ലിംഗിൽ സർട്ടിഫൈ ചെയ്ത് കൊടുക്കും. ഇത്ര ഷെഡ്യൂൾ എനർജി ബില്ല് ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ബില്ലിംഗ് അവർ ഡയറക്ട്ലി ബെനിഫിഷ്യറിയും ജനറേറ്ററും കൂടെ സെറ്റിലാക്കി മുന്നോട്ട്. ഈ REL വേറൊരു ഘടകം കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മൾ മാം പറഞ്ഞ പോലെ 2022 125 ഗിഗാവാട്ട്സോളം റിന്യൂവബിളിനെ നമ്മൾ അബ്സോർബ് ചെയ്യാം. ഈ അബ്സോർബ് ചെയ്യുമ്പോൾ ഉള്ള ജനറേറ്റിംഗ് സ്റ്റേഷന് തെർമൽ ജനറേറ്റിംഗ് സ്റ്റേഷൻസിനെ ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ റിന്യൂവബിളിനെ അബ്സോർബ് ചെയ്യുന്നത്. ഈ തെർമൽ ജനറേറ്റേഴ്സിനെ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് we have to compensate in one way or the other way. Compensation നമ്മൾ കൊടുക്കുന്നു. Compensation നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് when the average unit loading of a station falls below 85%. 85 കാട്ടി കുറവായിട്ട് അവർക്ക് ഷെഡ്യൂൾ കൊടുക്കുവാണെങ്കിൽ അപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു പേയ്മെന്റ് പാർട്ട് അവിടെ വരുന്നുണ്ട്. നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്റ്റേഷൻ ഹീറ്റ് റേറ്റ് ഡീഗ്രഡേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദി ഓക്സിലറി എനർജി കൺസപ്ഷൻ. ഇപ്പൊ നമ്മൾ ഫുൾ ലോഡ് അല്ലാതെ അതിനെ ഒരു 85% ലോഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഡീഗ്രഡേഷനും അതിന്റെ ഓക്സിലറി കൺസപ്ഷനും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ REL എല്ലാ ജനറേറ്റേഴ്സിനും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് പേയ്മെന്റ് വൈസ് നമ്മൾ ഏത് ബെനിഫിഷ്യറി കാരണമാണ് ഇവർക്ക് ഈ 85 ബിലോയിൽ പോയത് അത് കണ്ടുപിടിച്ചിട്ട് ആ ബെനിഫിഷ്യറിയെ കൊണ്ട് പേയ്മെന്റ്. അപ്പൊ ഇതെന്ന് പറയുന്ന മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിന്യൂവബിളിനെ അബ്സോർബ് ചെയ്തിട്ട് തെർമൽ ജനറേറ്റേഴ്സിനെ ഒരു റിസർവ് മോഡിൽ മാം പറഞ്ഞ പോലെ ഒരു റിസർവ് മോഡിൽ കൊണ്ടു നിർത്തിക്കാം. അപ്പം എപ്പോ വേണമെങ്കിലും ഈ റിന്യൂവബിൾ എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. സോളാർ ഒക്കെ ആണെങ്കിൽ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആവും. പീക്ക് ടൈമിൽ ഈ തെർമലിനെ ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം അവർക്ക് ഈ ആഫ്റ്റർനൂൺ സമയത്തൊന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മിക്കവാറും റിന്യൂവബിൾ തന്നെ അവര് ഈ സോളാർ തന്നെ വാട്ട് എവർ ഇസ് ജനറേറ്റിംഗ് ഇൻ സോളാർ തന്നെ അവർ ഡിമാൻഡുകാർ അബ്സോർബ് ചെയ്യും. തെർമലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. തെർമലിനെ ബാക്ക് ഡൗൺ ചെയ്യണം. ഈ തെർമൽ ബാക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ മെഷീന്റെ പെർഫോമൻസ് കുറയുന്നു, ലൈഫ് കുറയുന്നു. അവർക്കൊരു കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് IEGC 4th അമെൻഡ്മെന്റ് വഴിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ദിര മാം IEGC 4th ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ, കറക്റ്റ് അല്ലേ മാം? ഇന്ദിര മാം ഉണ്ടോ? ഹലോ. IEGC 4th അമെൻഡ്മെന്റ് വെച്ചിട്ടാണ് തോന്നുന്നില്ല മാം, എൻ്റെ ഒരു ഓർമ്മയിൽ അതാ വന്നേക്കുന്നത്. ഈ കോമ്പൻസേഷൻ പാർട്ട് വന്നേക്കുന്നത് ടെക്നിക്കൽ മിനിമം ലോഡ് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റേഴ്സിന് ആയിരിക്കും 4th ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുന്ന 5th 6th ഒക്കെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ RTM-നൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. അതുപോലെ നമ്മൾ എത്രയാണ് ഇപ്പം ഓരോ AUL ആവറേജ് യൂണിറ്റ് ലോഡിംഗ് ഓരോ പാർട്ട് 85 to 100, 75 to 84 നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് എത്ര ഇൻക്രീസ് ഇൻ SHR വരണം, എത്ര ഇൻക്രീസ് ഇൻ ഡീഗ്രഡേഷൻ AEC അഡ്മിസിബിൾ ആയിരിക്കും, ഇതെല്ലാം റെഗുലേഷനിൽ ഡിഫൈൻഡ് ആണ്.
ഇതിന്റെ ബേസിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത് കോമ്പൻസേഷൻ എമൗണ്ട്. ആ എമൗണ്ട് ഏത് ബെനിഫിഷ്യറിയാണ് പേയ്മെന്റ് ചെയ്യുന്നതും നമ്മൾ അവരുടെ എൻടൈറ്റിൽമെന്റ് ഷെഡ്യൂളും വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഓക്കെ, എൻടൈറ്റിൽമെന്റ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ അവരുടെ ഒരു ഡിക്ലെയർഡ് കപ്പാസിറ്റി അവർ ചെയ്യുമ്പോൾ MOP അലോക്കേഷൻ വഴി എല്ലാ സ്റ്റേറ്റിനും അവരുടെ ഒരു എൻടൈറ്റിൽമെന്റ് ഫിഗർ കാണും. ഈ എൻടൈറ്റിൽമെന്റ് വെച്ചിട്ടാണ് എല്ലാ ബെനിഫിഷ്യറിയും ഷെഡ്യൂൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്ര മെഗാവാട്ട് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര മതി എന്നും പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അതാണ് ഈ എൻടൈറ്റിൽമെന്റ് ഷെഡ്യൂൾ ബിസിനസ്. ഇനി നെക്സ്റ്റ് നമുക്ക് പോകുന്ന RTA. ഇനി RTA വരാൻ നമ്മളൊരു ആക്സസ് എടുത്തു, ഗ്രിഡിൽ നിന്ന് ആക്സസ് എടുത്തു. നമുക്ക് ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യേണ്ടത് പല പല സ്ഥലങ്ങളിൽ കിടക്കുന്ന പല ജനറേറ്റേഴ്സിൽ നിന്നാണ്. അപ്പൊ ഈ ജനറേറ്റേഴ്സിൽ നിന്ന് പവർ നമ്മുടെ എത്തുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കോറിഡോർ വഴിയാണ്. അപ്പൊ അവിടെ ട്രാൻസ്മിഷന്റെ ചാർജസ് പേ ചെയ്യണം, ട്രാൻസ്മിഷൻ ലൈൻ ചാർജസ് എത്രമാത്രം നമ്മൾ ട്രാൻസ്മിഷൻ ചാർജസ് പേ ചെയ്യണം എന്ന് അതിന്റെ ബില്ലിംഗ് ആണ് റീജിയണൽ ട്രാൻസ്മിഷൻ അക്കൗണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇപ്പോൾ ക്വാർട്ടർലി POC റേറ്റ്സ് CRC ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് ട്രാൻസ്മിഷൻ ചാർജസ് 9 സ്ലാബ് ആയിട്ട് ജനറലി 9 സ്ലാബ് കണ്ടുപിടിച്ചിട്ട് ഓരോ സ്റ്റേറ്റിനും ഓരോ റേറ്റ് കണ്ടുപിടിക്കുന്നത്. അതിനും ഇൻ ഫർദർ ഒരു ഡെപ്തിൽ പോണ്ടിയിരിക്കുന്നു. ഇന്ദിര മാം ഇത്രയും ഡെപ്തിൽ പോണോ അതോ ജസ്റ്റ് വേഗിൽ പറഞ്ഞാൽ മതി? കാരണം ഇനി പോകുമ്പോ കുറെ കൂടെ പോണ്ടിയിരിക്കുന്നു. ട്രാൻസ്മിഷൻ ചാർജിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കണം എന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ മാം. ഇപ്പൊ 8:22 ആയിട്ടുണ്ട്. 9 മണി വരെ. അല്ല 9 മണി വരെയാണോ? 8:30 8:22 സമയമുണ്ട്. ഒരു 8:45 വരെ പോവാം. ഓക്കെ ശരി. ശരി, ബാക്കി ഇത് മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് സമയം നമുക്ക് തിരിച്ച് RTA വരാം. ശരി, നെക്സ്റ്റ് മാം പറഞ്ഞാല് പവർ എക്സ്ചേഞ്ച്. പവർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ റിമൈനിങ് മെഗാവാട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പവർ എക്സ്ചേഞ്ച് വഴി ആണ്. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ബിഡ് ചെയ്യണം, ബിഡിങ് പോലെ, നമ്മൾ ഷെയർ മാർക്കറ്റ് പോലെ തന്നെ സാധനം ബിഡ് ചെയ്യണം. ഡേ ഹെഡ് മാർക്കറ്റ് ഉണ്ട്, ടേം ഹെഡ് മാർക്കറ്റ് ഉണ്ട്, റിയൽ ടൈം മാർക്കറ്റ് ഉണ്ട്. ഇന്ദിര മാം ഓൾറെഡി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റിയൽ ടൈം മാർക്കറ്റ് ഇപ്പൊ 1 ജൂൺ 2020 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഡേ ഹെഡ് മാർക്കറ്റ് അതിനെ കുറിച്ച് ഇപ്പം എങ്ങനെ ചെയ്യുന്നത്, ഓരോ എൻറ്റിറ്റീസ്, ഓരോ ഡ്രോയൽ എൻറ്റിറ്റീസും ഇതിന് ബിഡ് ചെയ്യും. എനിക്ക് ഓരോ ബ്ലോക്കിലും എത്ര മെഗാവാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ബിഡ് ചെയ്യും. ബിഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ കറസ്പോണ്ടിംഗ്ലി ജനറേറ്റേഴ്സും അവരുടെ എത്രയാണ് അവരുടെ അവൈലബിലിറ്റി ഉള്ളത് അവരും ബിഡ് ചെയ്യും. ഞങ്ങൾക്ക് ഇത്ര വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ബിഡ് ചെയ്യും. ഈ പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ അറൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. പർച്ചേസും സെല്ലും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലത്താണ് ആ ആവറേജ് ക്ലിയറിംഗ് പ്രൈസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. പർച്ചേസ് ആൻഡ് സെൽ ഈ റേറ്റിൽ ഈ ഇതായിരിക്കും അതിന്റെ ലാസ്റ്റ് ആവറേജ് ക്ലിയറിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ് അവര് അറൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ഇതൊന്ന് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, കാണാലോ അല്ലെ? നന്ദ സാർ കാണാൻ പറ്റുമല്ലോ അല്ലെ? കാണാം മാഡം. ഓക്കെ ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ, ഇത് പ്രൈസ് ടിക്ക് ആണ്. ഇത് പോർട്ട്ഫോളിയോ A, B, C എന്ന് പറഞ്ഞ ഓരോരോ എൻറ്റിറ്റീസ്, ഡ്രോയൽ ഡിസ്കോംസ് ആവാം, അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് കസ്റ്റമേഴ്സ് ആവാം. ഈ DEF എന്ന് പറയുന്ന ജനറേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അവർ ഓരോന്ന് ബിഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണുന്നത്. ടോട്ടൽ ബൈ മെഗാവാട്ട് അവർ ഇത് സം ചെയ്ത് കാണിക്കും. 121 - 120 എവിടെയാണോ അവിടെ നെറ്റ് ട്രാൻസാക്ഷൻ 0 ആയി വരുന്നത് അത് ആ പ്രൈസ് ആയിരിക്കും ക്ലിയറിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പോകുന്നത് SCD, SCED, സെക്യൂരിറ്റി കൺസ്ട്രെയിൻഡ് എക്കണോമിക് ഡിസ്പാച്ച്. എക്സാമ്പിൾ വെച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് പിടി കിട്ടും. ഇപ്പൊ എത്ര എമൗണ്ട് വരുന്നു സാധാരണ എക്സ്ചേഞ്ചിൽ വരുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ. എക്സ്ചേഞ്ചില് ആ എക്സാമ്പിൾ തന്നെ ഞാൻ കാണിച്ചു തരാം.
ഇപ്പം ഓരോ എൻറ്റിറ്റിയും ഇപ്പം നോക്കിട്ട് 60 മെഗാവാട്ട്, ഇതെല്ലാം മെഗാവാട്ടാണ്. 60 മെഗാവാട്ട് ഓരോ ബ്ലോക്കാണ്. 1 2 ഇത് പറഞ്ഞിട്ട് ഓരോ ബ്ലോക്കിൽ അവർ ബിഡ് ചെയ്യാണ്. ഓരോ റുപ്പീസ് 2.1, 2.5, 3 റുപ്പീസ്, 3.1. അത് കുറച്ചും കൂടെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ഓരോ 15 മിനിറ്റ് ബ്ലോക്ക് വരുന്നത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ ഒരു 5 മിനിറ്റ് എടുത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഓക്കെ, 15 മിനിറ്റ് ബ്ലോക്കിലാണ് നമ്മൾ ഈ ബിഡിങ് കൊടുക്കുന്നത്. ഇതില് വേറൊരു PPTയും കൂടെ, ഒരു ലെങ്തി സബ്ജക്റ്റ് ആണ് നന്ദജി. ശരിക്കും ഇതില് വർക്ക് ചെയ്യുന്നവർക്കാണ് കുറെ കൂടെ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നോക്ക്, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ആണ് അവര് വെച്ചേക്കുന്നത്. ഡാമിന്റെ സിംഗിൾ ബിഡ് ഏരിയ ആണ്. ഇത് കണ്ടോ, ബ്ലോക്ക് വൈസ് 0030 to 0045 അവര് നേരത്തെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ 50 മെഗാവാട്ട് അങ്ങനെ 1 2 3 4 ഇത് 8 റുപ്പീസ് ആണ് മുകളിൽ കിടക്കുന്നത്. ഇത് ഓരോ മെഗാവാട്ട് ഓരോ ടൈം ബ്ലോക്കിൽ അവർ ബിഡ് ചെയ്യുന്നതാണ്. മൊത്തത്തില് 1400 മെഗാവാട്ട് ഒരു ദിവസത്തെയാണേ ഇത് ഡാം സിംഗിൾ ബിഡ്. ചിലപ്പോൾ അവര് ടൈം ബ്ലോക്കും അവർക്ക് ഡിഫൈൻ ചെയ്യാം. ഡാമിൽ അതുമുണ്ട്, മാർക്കറ്റിൽ. അങ്ങനെ ആ ബ്ലോക്കില് ഓരോ ജനറേറ്റേഴ്സിനും ഓരോ ഡിസ്കോംസിനും അത് ഓപ്പൺ ആയിരിക്കും. അവർ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ 60 മെഗാവാട്ട് പോർട്ട്ഫോളിയോ BEC 60 മെഗാവാട്ട് 1 റുപ്പി, 60 മെഗാവാട്ട് at 1.1 റുപ്പീസ്, അങ്ങനെ 40 മെഗാവാട്ട്സ് at 2.5 റുപ്പീസ്, 40 മെഗാവാട്ട് at 3 റുപ്പീസ്. ഇങ്ങനെ ഓരോ ഡ്രോയൽ എൻറ്റിറ്റീസ്. ഡിമാൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ബൈ സെക്ഷൻ, മെയിൻലി ദ ഡിമാൻഡ് സെക്ഷനും. സെല്ലർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, ജനറേറ്റേഴ്സ് ആണ് സെല്ലേഴ്സ്. പോർട്ട്ഫോളിയോ D എന്ന് പറയുന്നത് -40 at 2.1 റുപ്പീസ്, -80 at 3 റുപ്പീസ്. ജനറേറ്റേഴ്സ് ഇപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ നമ്മൾ കൂടുതലും ഈ ലോ കോസ്റ്റിലാണ് ഡിമാൻഡുകാര് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ജനറേറ്റേഴ്സ് ആണെങ്കിൽ ഹൈ കോസ്റ്റിലാണ്, 20 രൂപ വരെ അവർ ബിഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ്, മാർക്കറ്റ് ക്ലിയറിംഗ് വോളിയം അവർ IEX കാര് ഡിഫൈൻ ചെയ്യും. അത് ടോട്ടൽ ബൈ, ടോട്ടൽ മെഗാവാട്ട്, ടോട്ടൽ ബൈ ഇൻ മെഗാവാട്ട് 190. ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ 20, 60, 70 ആഡ് ചെയ്യുന്ന 190. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പം ഈ റെഡ് ബോക്സ് നോക്കുമ്പം 60 + 40 + 20 120. അതിന്റെ കറസ്പോണ്ടിങ് ടോട്ടൽ സെൽ എന്ന് പറഞ്ഞാൽ -60, -40, -20. അത് ഏത് 2.5 റുപ്പീസിൽ അത് ക്ലിയർ ആയി. ഐ തിങ്ക് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണണം തോന്നുന്നുണ്ട്. നന്ദ സാർ കിട്ടിയെന്ന് തോന്നുന്നില്ലേ? ഡിമാൻഡ് സൈഡ്, ഡിമാൻഡ് ബയർ കണ്ടോ ഈ ഗ്രാഫ് വഴിയായിരിക്കും. ഇതെന്ന് പറയുന്നത് റുപ്പീസും ഇതെന്ന് പറയുന്നത് മെഗാവാട്ടുമാണ്. അപ്പൊ ഡിമാൻഡും സപ്ലൈയും കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലാണ് ക്ലിയറിംഗ് പ്രൈസ്. MCV മാർക്കറ്റ് ക്ലിയറിംഗ് വോളിയം 120 മെഗാവാട്ട്, മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ് ₹2.5. അങ്ങനെ ഫ്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്കെഡ്യൂള് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡിസ്പാച്ച് ഫോർ ഇൻഡർസ്റ്റേറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻസ്. ഇപ്പൊ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സദേൺ റീജിയനില് എല്ലാ സദേൺ സ്റ്റേറ്റ്സ് ആയിരിക്കും, സദേൺ റീജിയൻസിലുള്ള എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷനില് സദേൺ സ്റ്റേറ്റ്സ് തന്നെ ആയിരിക്കും ബെനിഫിഷ്യറി ആയിട്ടുള്ളത്. ചില സദേൺ സ്റ്റേറ്റ്സിന് തന്നെ WR വെസ്റ്റേൺ റീജിയനിലുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനായിട്ട് ഷെയർ കാണും. ചിലവർ ഈസ്റ്റേൺ റീജിയനിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഈ എക്കണോമിക് ഡിസ്പാച്ച് വഴി നമ്മൾ എന്താ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഷെയർ ഇല്ലാത്ത ലോ കോസ്റ്റ് ജനറേറ്റേഴ്സ് വഴിയും ഇവർക്ക് നമ്മുടെ സദേൺ റീജിയനിലായിട്ട് മോസ്റ്റ്ലി ഓരോ മാസം ഓരോ ജനറേറ്റേഴ്സ് ആണ്. കുടുകി അല്ലെങ്കിൽ വള്ളൂർ. NTCL വള്ളൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ്. അതൊരു തമിഴ്നാടു ജോയിന്റ് വെഞ്ചർ ഓഫ് തമിഴ്നാടു സ്റ്റേറ്റ് ആൻഡ് NTPC. കുടുകി എന്ന് പറയുന്നത് കർണാടക ഭാഗത്ത്, കർണാടക സ്റ്റേറ്റിലാണ് അത് കുടുകി ജനറേറ്റിംഗ്. അത് പ്യൂർലി NTPC സ്റ്റേഷൻ ആണ്. അതിന്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 4 രൂപ അടുപ്പിച്ചാണ് വേരിയബിൾ ചാർജ് തന്നെ. ഇപ്പം നമ്മുടെ കേരളം പോലെ ആൾക്കാർക്കൊക്കെ ഈ ജനറേറ്റിംഗ് സ്റ്റേഷനായിട്ട് ഷെയർ ഉണ്ട്. കാരണം സദേൺ റീജിയനിലായതുകൊണ്ട്
അവർ അതിൽ PPA പവർ പർച്ചേസ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് അവരായിട്ടായിരിക്കും ഷെയർ അലൊക്കേഷനായിട്ട് ബെനിഫിഷ്യറി ആയിട്ട് സൈൻ ചെയ്യുന്നത്. കുടുകി എന്ന് പറയുന്ന ജനറേറ്റിംഗ് സ്റ്റേഷൻ 4 രൂപയ്ക്ക് നമ്മൾ എല്ലാ ബെനിഫിഷ്യറീസും ഷെഡ്യൂൾ ചെയ്യും. 200 മെഗാവാട്ട് അവര് 4 രൂപയ്ക്ക് വാങ്ങിക്കും. ഇപ്പൊ നമ്മൾ എക്കണോമിക് ഡിസ്പാച്ച് വഴി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കുടുകി വഴി ഈ 200 മെഗാവാട്ട് മീറ്റ് ചെയ്യരുതില്ല. വേറെ ലോ കോസ്റ്റ് ഉള്ള ഇപ്പൊ 2 രൂപ 2.5 രൂപ 3 രൂപയ്ക്ക് അതർ റീജിയനിൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള ജനറേറ്റേഴ്സ് വഴി ജനറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പവർ ആയിരിക്കും ഈ ബെനിഫിഷ്യറിക്ക് കിട്ടുക. അങ്ങനെ എക്കണോമിക് ഡിസ്പാച്ച് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പൈലറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഓവറോൾ വേരിയബിൾ ചാർജസ് നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുവഴി ഓൾമോസ്റ്റ് എല്ലാ അക്കൗണ്ടിങ് പാർട്ടും ഒരു ജനറൽ ആയിട്ടുള്ളത് ഞാൻ ഇപ്പൊ കവർ ചെയ്തു. ഇനി നമുക്ക് RTA ഒന്ന് കിടക്കാം. റീജിയണൽ ട്രാൻസ്മിഷൻ അക്കൗണ്ടിങ്. അപ്പൊ ഇത് എങ്ങനെയാ നടത്തുന്നത്? ഇപ്പം നമ്മൾ ക്വാർട്ടർലി ബേസിസിൽ ആണ് റേറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതെങ്ങനെ അറൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇപ്പം ജൂലൈ മാസമാണ് നടക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ എത്രയായിരിക്കും ഓരോ സ്റ്റേറ്റിന്റെ ഇന്റേണൽ ജനറേഷനും ഇന്റേണൽ ഡിമാൻഡും അവര് ഓരോ ജനറേറ്റേഴ്സും അതുപോലെ ഓരോ ബെനിഫിഷ്യറിയിൽ നിന്നും ഈ CRC കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞ NLDC നാഷണൽ ലോ ഡിസ്പാച്ച് കളക്ട് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ വാലിഡേഷൻ കമ്മിറ്റി മീറ്റിംഗ് വഴി അവർ ഓരോ സ്റ്റേറ്റ് വഴി ഇന്റേണൽ ജനറേഷൻ എത്രയാണ്, നിങ്ങളുടെ ഡിമാൻഡ് എത്രയായിരിക്കും ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ, അത് നമ്മൾ ഫോർകാസ്റ്റ് ഫംഗ്ഷൻ വഴി കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ ആ മാസങ്ങൾ പെർഫോം ചെയ്തത് അതനുസരിച്ച് അവരൊരു ഫോർകാസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ഫിഗർ, പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ജനറേറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇന്റേണൽ വാല്യൂ നമ്മൾ വാലിഡേഷൻ കമ്മിറ്റി കൊടുക്കും. അതിൽ പ്രകാരം ഒരു ബേസ് കേസ് നമ്മുടെ ഓൾ ഇന്ത്യ ബേസ് കേസ് ഫോം ചെയ്യും. ഓൾ ഇന്ത്യ ബേസ് കേസിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിലും അതിന്റെ ഇന്റേണൽ ജനറേഷൻ ഡിമാൻഡും നമ്മുടെ വാലിഡേഷൻ മീറ്റിംഗ് വഴി കിട്ടിയ പ്രകാരം ബേസ് കേസ് എല്ലാം ലോഡ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ലോഡ് ഫ്ലോ സ്റ്റഡീസ് ഉണ്ടല്ലോ, ഗോസ്-സീഡീയൽ, ന്യൂട്ടൺ റാംസൺസ് മെത്തേഡ് വഴി സോൾവ് ചെയ്യും. അത് ആ ബേസ് കേസിനെ നമ്മൾ വെബ്നെറ്റ് സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് മെട്രിക്സ് ആണ്. പവർ ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലൈൻസ് അല്ലെങ്കിൽ ഡീംഡ് ലൈൻസ് ഡീംഡ് ലൈസൻസീസ്, ട്രാൻസ്മിഷൻ ലൈസൻസ്, ഫോർ എക്സാമ്പിൾ ഇന്റർസ്റ്റേറ്റ് ലൈൻസ് വരും. ഫോർ എക്സാമ്പിൾ കേരള തമിഴ്നാടു ലൈൻസ്, പിന്നെ തമിഴ്നാടു കർണാടക ലൈൻസ്, എല്ലാ ലൈൻസിന്റെയും ചാർജസ് ഇതുവഴിയായിരിക്കും റിക്കവർ ചെയ്യുന്നത്. POC എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് കണക്ഷൻ എന്ന് പറഞ്ഞ് ഒരു മെത്തേഡാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ POC വഴി റേറ്റ്സ് ഡിഫൈൻ ചെയ്ത് കണ്ടുപിടിക്കും. നമ്മൾ ഈ വെബ്നെറ്റ് സോഫ്റ്റ്വെയറിൽ എല്ലാ ട്രാൻസ്മിഷൻ ലൈൻസിന്റെയും റേറ്റ് അവർ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബേസ് കേസിൽ ഓരോ നോഡിലും ഇപ്പം നോഡിലെ ഇൻക്രീസ് ഇൻ ലോഡ് വരുത്തുമ്പം ഏത് ലൈൻസിലാണ് ആ ചേഞ്ചസ് വരുത്തുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഒരു സമ്മേഷൻ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഓരോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജനറേറ്റർ, ഫോർ എക്സാമ്പിൾ കുടുകിയിൽ ഒരു ജനറേഷൻ കൂടുമ്പം ഏതായിരിക്കും കൂടുതൽ മാറുക? അപ്പൊ കർണാടകയിലൂടെ പോകുന്ന ലൈൻസിലായിരിക്കും ലൈൻ വേരിയേഷൻ വരുന്നത്, വേരിയേഷൻ ഓഫ് പവർ ഫ്ലോ വരുന്നത്. അപ്പൊ അത് അവിടെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ അപ്പം ആ ഷെയറിങ് ഇത് മെയിൻലി കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ആര് ഈ ട്രാൻസ്മിഷൻ ലൈൻസ് ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിലുള്ള ട്രാൻസ്മിഷൻ ചാർജസിനെ ഓരോ സ്റ്റേറ്റ് എത്രമാത്രം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ പല റേറ്റ്സ് ആയിരിക്കും അറൈവ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് വഴി 9 സ്ലാബ് ആക്കും. ഈ 9 സ്ലാബിന് ആക്കിയിട്ടായിരിക്കും ഈ 3 മാസത്തേക്കുള്ള റേറ്റ് അവര് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ റേറ്റ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇതിനെ ഡിവൈഡഡ് ബൈ LTA MTA എന്ന് വെച്ചാൽ ആക്സസ്, ഇത്ര ആക്സസ് ഓരോ സ്റ്റേറ്റ് എടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് റുപ്പീസ് പെർ മെഗാവാട്ട് പെർ മന്ത് ആ റേറ്റ് ആയിരിക്കും POC റേറ്റ്സ് ആയിട്ട് CRC ഇഷ്യൂ ചെയ്യുന്നത്. അതിനെ നമ്മൾ ഇവിടെ ജസ്റ്റ് മൾട്ടിപ്ലൈങ് ബാക്ക് വിത്ത് LTA പ്ലസ് MTA ട്രാൻസ്മിഷൻ ചാർജസ് നമ്മൾ ബില്ല് ചെയ്യും. CTU സെൻട്രൽ ട്രാൻസ്മിഷൻ യൂട്ടിലിറ്റി അവര് ഡയറക്ട്ലി ഈ ബെനിഫിഷ്യറിക്ക്
ബില്ല് ചെയ്ത് അവര് വീണ്ടെടുക്കും. അങ്ങനെയാണ് RTA ബില്ലിംഗ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ റീജിയണൽ ട്രാൻസ്മിഷൻ ഡീവിയേഷൻ അക്കൗണ്ട് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം LTA കാട്ടി കൂടുതൽ നമ്മൾ എടുക്കുവാണെങ്കിലും അവിടെ ഒരു ചാർജസ് നമ്മൾ ബില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ മന്ത്ലി 3 അക്കൗണ്ടാണ് മെയിൻലി പോകുന്നത്. റീജിയണൽ എനർജി അക്കൗണ്ട്, റീജിയണൽ ട്രാൻസ്മിഷൻ അക്കൗണ്ട്, റീജിയണൽ ട്രാൻസ്മിഷൻ ഡീവിയേഷൻ അക്കൗണ്ട്. അങ്ങനെ മൊത്തത്തിൽ വീക്ക്ലി അക്കൗണ്ട്സും മന്ത്ലി അക്കൗണ്ട്സും ഓൾമോസ്റ്റ് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. നന്ദൻ സാർ, ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ഏരിയ കവർ ചെയ്തു. ഇനി ഇന്ദിര മാഡത്തിന് വല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇന്ദിര മാഡം. ഇനി ഏതെങ്കിലും ഡൗട്ട് ആയിട്ട് ചോദിക്കുമ്പോ നമുക്ക് ക്ലിയർ ചെയ്താൽ പോരെ? അല്ലാതെ വേറെ എന്തായാലും മതി. ഇത് ജസ്റ്റ് ഒരു ഓവർലുക്ക്, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. മാം നല്ലതായിട്ട് ഒരു ബ്രീഫ് തന്നെ എല്ലാവർക്കും പറഞ്ഞു. അവർക്ക് ഏകദേശം ബേസ് തന്നെ നന്നായിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇത് കുഴപ്പമില്ല. നന്ദൻ സാർ, ഇനി വേണമെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചർച്ചയിലേക്ക് കടക്കാലോ അല്ലെ? കിടക്കാം.